മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിന്റെ കൊലപാതക കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്ന് എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടെന്ന കാരണം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികൾ കോടതിയിൽ ഹാജരായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും കോടതി ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും പ്രതികൾ എത്തിയിരുന്നില്ല. മാധ്യമങ്ങളെ ഭയന്ന് കോടതിയിൽ ഹാജരാകാത്ത പ്രതികൾ വിചാരണ ഘട്ടത്തിൽ നേരിട്ട് ഹാജരാകേണ്ടി വരുമ്പോൾ എന്തു ചെയ്യണമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ആജ്ഞയുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇന്ന് പ്രതികൾ ഇതേ കാരണം പറഞ്ഞ് ഹാജരാകാതിരിക്കാനാണോ സാധ്യത? കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. എത്ര മണിക്കുള്ളിൽ ഹാജരാകണമെന്നാണ് പറയുന്നത്? പ്രതികൾ എത്തിച്ചേരുമോ? ഹരികൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് പ്രതികളുടെ അഭിഭാഷകൻ കോടതിയിൽ മാധ്യമങ്ങൾ, അതായത് നമ്മുടെ ക്യാമറ ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്ന വിഷ്വൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്ത ശേഷം കോടതിയിൽ ഒരു പെറ്റീഷനായിട്ട് ഫയൽ ചെയ്യുകയായിരുന്നു. അത് മാധ്യമങ്ങൾ നിൽക്കുന്നത് കൊണ്ട് പ്രതികൾക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതായത് കോടതി കേസ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ വരുന്നു, മാധ്യമങ്ങളിൽ വരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ മാധ്യമങ്ങളിൽ വരുന്നു. അത് പ്രതികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് പ്രതികൾ ഹാജരാകാത്തത് എന്നുള്ള കാരണം ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല 3 പേര് പനി പിടിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും ഇടുക്കിയിൽ നിന്നുമുള്ള ആളുകൾ, അതായത് IPC 323 എന്നുള്ള ഒരു വകുപ്പ് കൂടി, സിമ്പിൾ ഹാർട്ട് എന്നൊരു വകുപ്പ് കൂടി അഡീഷണലായി ചേർത്തിട്ടുണ്ട്. സാധാരണ കോടതി നടപടികളിൽ അത്തരമൊരു വകുപ്പ് കൂടി അഡീഷണലായി ചേർക്കുമ്പോൾ അത് എല്ലാ പ്രതികളും ഉണ്ടായിരിക്കണം. അത് കോടതി വായിച്ച് കേൾപ്പിക്കുമ്പോൾ അതിൽ എല്ലാ പ്രതിസ്ഥാനത്തുള്ള എല്ലാവരും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള അങ്ങനെയാണ് അതിൻ്റെ രീതി. അങ്ങനെയാണ് ആ നടപടിക്രമം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് കോടതിയിൽ ഹാജരാകണം, നിർബന്ധമായി 16 പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചത്. അങ്ങനെയാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടിയത് 8 വർഷത്തിനിടെ നടന്നിട്ടുള്ള ഒരൊറ്റ ഹിയറിംഗിൽ പോലും പ്രതികൾ ഒരു തവണയാണ് ഹാജരായിട്ടുള്ളത്. വല്ലാത്ത പ്രിവിലേജാണ് പ്രതികൾ എടുക്കുന്നത് എന്നുള്ള കാര്യവും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് നിർബന്ധമായും എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണം. അതേസമയം മൈനർ കേസുകളിൽ ഇത്തരം പുതുതായിട്ടുള്ള ഒരു വകുപ്പ് ചേർക്കുകയാണെങ്കിൽ അത് പ്രതിഭാഗ അഭിഭാഷകൻ കേട്ടാൽ മതിയെന്നുണ്ട്. പക്ഷേ ഇതൊരു മർഡർ കേസാണ്. അതിന് അത്തരം നിയമസാധുതയില്ല എന്ന് തന്നെ കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രതികളുടെ അഭിഭാഷകൻ കൃത്യമായി ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അഭിഭാഷകൻ തന്നെ വായിച്ചു കേട്ടാൽ പോലെ പ്രതികൾ ഹാജരാകേണ്ട സാഹചര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പത്തനംതിട്ടയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും ആളുകൾ ഇവിടെ വരെ ഈ ഒരു കാര്യത്തിന് വേണ്ടി വരേണ്ടുന്ന സാഹചര്യമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. ഇത് കേസിലെ പ്രതികളാണ് എന്നുള്ള കാര്യം മറന്നുപോയിട്ടാണോ എന്നൊരു കാര്യം കൂടി കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അപ്പോഴാണ് കോടതി എടുത്തു പറയുന്നത് 8 വർഷത്തിനിടെ ഒരൊറ്റ തവണയാണ് പ്രതികൾ ഹാജരായിട്ടുള്ളത്. പലതവണയും പ്രതികൾ വിചാരണ നടപടികൾ നീട്ടിവെക്കാനും അത്തരം സാഹചര്യങ്ങൾക്ക് തടസ്സം നിൽക്കാനും വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ നിർബന്ധമായി ഇന്ന് തന്നെ പ്രതികളെല്ലാം ഹാജരാകണം. ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 4 മാസത്തിനകം ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമുണ്ട്. സമയപരിധി നീട്ടി നൽകില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയിട്ടുള്ള ഹർജിയിലാണ്, അതായത് വിചാരണ നടപടികൾ വൈകിപ്പോകുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം. എന്നാൽ അടിയന്തരമായി 4 മാസത്തിനുള്ളിൽ ഇതിന്റെ വിചാരണ പൂർത്തിയാക്കേണ്ട സാഹചര്യമുണ്ട്. ഈ പുതുതായി ചേർത്തിട്ടുള്ള വകുപ്പ് കൂടി വായിച്ച ശേഷം പ്രതികളെ ബോധ്യപ്പെടുത്തിയ ശേഷമായിരിക്കും സാക്ഷി വിസ്താരമടക്കം തുടങ്ങുക. ഹരികൃഷ്ണൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.